നമസ്കാരം. മലയാളികൾക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത മലയാളികളുടെ സ്വന്തം ജനപ്രിയ നടനാണ് ജയറാം. ഇന്ന് മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ വളരെയധികം സജീവമാണ് അദ്ദേഹം. നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും. പാർവതി സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ്. പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത്. ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിരുന്ന നടൻ മിഥു മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരുന്നത്. താരത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറുകയും ചെയ്യും. തന്റെ അഭിനയത്തോടൊപ്പം കൃഷിയും മേളവും ആനക്കമ്പവും ഭക്തിയും എല്ലാം നിറഞ്ഞതാണ് ജയറാമിന്റെ ജീവിതം. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് അദ്ദേഹത്തിന്റെ കരിയറിന് വീഴ്ച സംഭവിച്ചു. ഇപ്പോഴത്തെ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാനൊരു കാര്യത്തിനും അമിതമായി ദുഃഖിക്കാനോ സന്തോഷിക്കാനോ പോകാറില്ല. ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറമാണ് ഈശ്വരൻ എനിക്ക് നൽകിയത്. അതിൽ ഞാൻ എന്നും സന്തോഷവാനും തൃപ്തിയുള്ളവനുമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ച ഒരു നിമിഷമുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 8 മാസമായി ഞാൻ വീട്ടിലുണ്ട്. സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ പോലും വിളിക്കാതെയായി. 12 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ഇയാൾക്ക് ഇനി പണിയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിപ്പോയി. വിജയമില്ലെങ്കിൽ ആളുകൾ അപ്പോൾ സ്ഥലം വിട്ടുകളയും. സുഹൃത്തുക്കളായാലും സിനിമയിലെ മറ്റാരായാലും ആരും എന്നെ ഒന്ന് വിളിക്കാറില്ല. ഇനി നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോണും എടുക്കില്ല. അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ പെരുമാറ്റം അനുഭവപ്പെട്ടു. സിനിമ വേണമെന്നോ ധനസഹായം വേണമെന്നോ ഒന്നും ഇവരിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചല്ല ഞാൻ ഈ വിളിക്കുന്നത്. എനിക്ക് വല്ലപ്പോഴുമുള്ള അവരുടെ ആ വിളികൾ മാത്രം മതി. അതൊക്കെയല്ലേ ഒരു സന്തോഷം. അതുപോലും എനിക്ക് നഷ്ടപ്പെട്ട ആ 8 മാസം മാനസികമായി ഏറെ വിഷമിച്ചിരുന്നു. പരാജയങ്ങൾ എല്ലാ മേഖലയിലുമുണ്ട്. ജീവിതത്തിൽ പരാജയങ്ങൾ വേണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സന്തോഷത്തിനും ചിരിക്കും ഒക്കെ വലിയ വിലയുണ്ട്. എൻ്റെ നല്ല സമയത്ത് വലിയ പ്രതിഫലമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പണത്തിലെ വില അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു 10,000 രൂപ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെയാണ്. ഞാനും ഭാര്യയും അത് ആഘോഷിച്ചിട്ടുണ്ട്. പല സമയത്തും എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പിന്തുണയായി നിന്നത് എൻ്റെ അശ്വതിയാണ്. ചെറിയ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പാട് ഒന്നുമില്ലെന്ന് പറയുമായിരുന്നു. നമുക്ക് എന്ത് തോന്നിയാലും പുറകിൽ ഒരാൾ ഒരു പ്രശ്നവുമില്ലെന്ന് പറയാനുണ്ടാകുമ്പോൾ ഒരു ബലമാണെന്നും ജയറാം പറയുന്നു. അതേസമയം അടുത്തിടെയായിരുന്നു നടൻ തൻ്റെ 60ാം പിറന്നാൾ ആഘോഷമാക്കിയത്. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു മകൻ കാളിദാസിൻ്റെ വിവാഹം. ഈ വേളയിലായിരുന്നു പിറന്നാൾ ആഘോഷം. തുടർന്ന് നടൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. കണ്ണൻദാസൻ പറഞ്ഞ വരികളുണ്ട്. ജനിക്കുന്ന വയസ്സൊന്ന്, പള്ളിക്കൂടത്തിൽ ചേർക്കാനായി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന്, അത് കഴിഞ്ഞ് ജോലി കിട്ടാനും മറ്റു ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പറയുന്ന വയസ്സ് ഒരുപാടുമുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വയസ്സുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രായം കുറവാണ്. എൻ്റെ SSLC ബുക്കും പാസ്പോർട്ടും നോക്കിയാൽ 1965 ഡിസംബർ 10 എൻ്റെ ജനന തീയതി. അങ്ങനെ നോക്കിയാൽ എനിക്ക് 59 വയസ്സേ ഉള്ളൂ. 60 തുടങ്ങുന്നുവെന്നും വേണമെങ്കിൽ പറയാം. എൻ്റെ പ്രായം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നരയും ശരീരത്തിലെ ചുളിവുകളുമെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നമ്മൾ മെച്ചോർഡായി എന്ന് തോന്നുക കൂടി ചെയ്യും പ്രായം കൂടുമ്പോഴെന്ന് ജയറാം പറഞ്ഞിരുന്നു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജയറാം ജനിച്ചത്. കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നത്. കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ നിരവധി പുരസ്കാരങ്ങൾ ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം 2011 പത്മശ്രീ ബഹുമതിക്ക് അർഹനായ ജയറാം ഒരു കാലത്ത് മലയാള ചലച്ചിത്ര രംഗത്തെ മുൻനിര നായികയായിരുന്ന പാർവതിയെയാണ് വിവാഹം കഴിച്ചത്. ജയറാമിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് പലരും വിധി എഴുതിയിരുന്നു. എന്നാൽ ജയറാം സിനിമകളുടെ പ്രേക്ഷകർക്ക് നടനോടുള്ള ആരാധനയ്ക്ക് അന്നും ഇന്നും മാറ്റം വന്നിരുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അബ്രഹാം ഓസ്ലറിലൂടെ ജയറാം വീണ്ടും മലയാള സിനിമയിൽ തരംഗമായപ്പോഴും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന ഓരോ സിനിമാ പ്രേയും സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് തന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് ജയറാം പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. 1988 തൊട്ട് ഏകദേശം 20 വർഷത്തോളം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പത്മരാജൻ സാർ, ഭരതേട്ടൻ, IV ശശി, സിബി മലയിൽ, കമൽ, രാജുസേനൻ, സത്യൻ അന്തക്കാട് തുടങ്ങിയ സംവിധായകരാണ് അതിന് കാരണം. ആ വർഷങ്ങൾക്ക് ശേഷമാണ് മാച്ച് ചെയ്യുന്നത്. അതിൽ പരാജയങ്ങൾ സംഭവിച്ചു. കുറേ വർഷം ഒരേ ജോലി ചെയ്യുമ്പോൾ ആർക്കും തെറ്റ് സംഭവിക്കാം. എനിക്കങ്ങനെ കൂടെ ഒരുപാട് പേരില്ല. അങ്ങനെ ഇല്ലാത്ത ഏക ആൾ മലയാള സിനിമയിൽ ഞാൻ മാത്രമായിരിക്കും. എനിക്ക് മാനേജറില്ല. കഥ കേൾക്കാനോ ഡേറ്റ് നോക്കാനോ ആരുമില്ല. 35 വർഷമായി ഞാൻ തന്നെയാണ്. എനിക്ക് എന്നും ഒരു നമ്പർ തന്നെയാണ്. അതിലേക്ക് വിളിക്കും, ഞാൻ തന്നെ സംസാരിക്കും. മറ്റു ഭാഷകളിൽ സിനിമ ചെയ്യുമ്പോൾ മാനേജർ ഇല്ലേ എന്ന് അവരും ചോദിക്കുമെന്നും ജയറാം വ്യക്തമാക്കി. സിനിമാ കൂട്ടുകെട്ടുകളിൽ പെടാത്തത് നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാത്തതിന് കാരണമായെന്നും ജയറാം തുറന്നു പറഞ്ഞു. ഒരു സിനിമ വിജയിച്ചാൽ അതേ ഡയറക്ടറെ എന്നിലേക്ക് കൊണ്ടുവരാനും അതിനുള്ള കഥയും പ്രൊഡ്യൂസറെയും സംഘടിപ്പിക്കേണ്ടതുണ്ട്. കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ആവശ്യമായി വന്നു. അതിൽ നിന്ന് ഞാൻ പുറകിലേക്ക് പോയി. ഞാനിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. തന്നിലേക്ക് വരേണ്ട സിനിമകൾ മറ്റു പലരിലേക്കും പോയെന്നും ജയറാം വ്യക്തമാക്കി. കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ ആ PRO വർക്കിൽ ഞാൻ ഒരുപാട് പിറകിലേക്ക് പോയി. അങ്ങനെയായിരിക്കാം സിനിമയിൽ നിന്ന് എനിക്ക് വലിയ ഗ്യാപ്പ് വന്നു.
ഇവിടെയുള്ള ആളുകൾ കളിയാക്കിക്കൊണ്ട് അവൻ മറ്റു ഭാഷകൾ സൈഡ് റോൾ ചെയ്ത് നടക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു ഭാഷയിൽ പോയി നായകനൊന്നും പറ്റില്ല, അവിടെ സപ്പോർട്ടിംഗ് റോൾ ചെയ്യാനാകൂ എന്ന് കരുതി അവർ സപ്പോർട്ടിംഗ് റോളിന് ആളെ വിളിച്ച് കയറ്റുകയല്ല. മറ്റു ഭാഷകളിൽ പോയി ആ വേഷങ്ങൾ ചെയ്യുകയെന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ലീവെടുക്കുന്നത് നല്ലതാണെന്ന് മകൻ തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിൽ നല്ലൊരു റീ എൻട്രി വേണമെങ്കിൽ ഇപ്പോൾ മാറി നിന്നോ എന്ന് ഭാര്യയും പറഞ്ഞു. അങ്ങനെ മലയാള സിനിമകൾ വേണ്ടെന്ന് വെച്ചതാണ്. മറ്റു ഭാഷകളിൽ അച്ഛനായും വില്ലനുമായും എല്ലാം ചെയ്തു. ആ റോളുകളിലെല്ലാം സംതൃപ്തി നൽകിയെന്നും ജയറാം വ്യക്തമാക്കി. അതേസമയം ചിത്രം വൻ വിജയമായതിന് പിന്നാലെ ജയറാം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ഇനി തന്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ചിത്രങ്ങൾ ചെയ്യില്ലെന്ന് അദ്ദേഹം അപ്പോൾ തുറന്നു പറഞ്ഞിരുന്നു. 100%, 150% ഉറപ്പ്. ഇനി എന്റെ ആരാധകരെ ഞാൻ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും കൈവിട്ട് കളയുകയില്ല എന്നായിരുന്നു ജയറാമിന്റെ മറുപടി. ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ ഇനീഷ്യൽ കളക്ഷൻ ഭയങ്കരമായിട്ടുണ്ടാകാം. അതിനുശേഷം ആ സിനിമ എക്സ്ട്രാ ഷോകൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുടുംബ പ്രേക്ഷകർ തന്നെ എത്തണം. തീർച്ചയായും ഈ സിനിമയുടെ വിജയം കുടുംബ പ്രേക്ഷകരാണ്. കേരളത്തിലെ തിയേറ്ററുകളിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുടുംബ പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. അത് 35 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യമാണ്. അതിനി ഞാൻ മിസ്സാക്കില്ല എന്നും ജയറാം പറഞ്ഞു.